പുലിക്കളിയുടെ ആവേശത്തിലാണ് തൃശൂർ നഗരം പുലികൾ കീഴടക്കിയിരിക്കുന്നു. വലിയ ജനക്കൂട്ടം ഈ പുലിക്കളി കാണാനും അതിൽ പങ്കുചേരാനുമായി വലിയ ജനക്കൂട്ടവും തൃശൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. തൃശൂർ പൂരം കഴിഞ്ഞാൽ അതേ ആവേശത്തോടെ ജനങ്ങൾ കൊണ്ടാടുന്ന തൃശൂരിലെ പുലിക്കളിക്ക് ഇപ്പോൾ തുടക്കമാകുകയാണ്. 400 പുലികളാണ് 7 സംഘങ്ങളിലായി തൃശൂരിനെ കീഴടക്കാനായി തെരുവിലേക്ക് ഇറങ്ങുന്നത്. മനു മാടപ്പാട് കൂടിയുണ്ട് തത്സമയ വിവരങ്ങൾ നൽകാൻ. മനു, വലിയ ആവേശത്തിലാണ് ഇപ്പോൾ പുലികൾ മടയിൽ നിന്നും ഇറങ്ങുന്നു. വലിയ ആവേശം അവരുടെ ഓരോ ചുവടുകളിലും കാണുന്നുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകൾ? തീർച്ചയായും വലിയൊരു ആവേശം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സീതാറാം മിൽസ് ദേശത്തിന്റെ പുലികളാണിപ്പോൾ സീതാറാം മിൽസ് ദേശത്തിന്റെ പുലികളാണിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിന്റെ ഏറ്റവും മുൻവശത്താണ് നിൽക്കുന്നത്. 51 പുലികളാണ് സീതാറാം മിൽസിന്റെ ദേശത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിരിക്കുന്നത്. രസകരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ആ ചെണ്ടമേളത്തിന്റെ താളത്തിനനുസരിച്ച് ചുവട് വെച്ച് അരമണിക്കിലേക്ക് വരുന്ന പുലികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ 7 ദേശങ്ങളിൽ നിന്നുള്ള പുലികളും എത്തുമ്പോൾ ഒരു പുലി മടയായി, പുലി നഗരമായി തൃശ്ശൂർ മാറുന്ന ഒരു കാഴ്ചയാണ്. ഞങ്ങളിപ്പോൾ MG റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നായ്ക്കനാലിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നായ്ക്കനാലിൽ അവിടെ ഗണപതിയുണ്ട്. അവിടെ ഗണപതിയുടെ അടുത്തെത്തി നാളികേരം ഉടച്ച് സ്വരാജ് റൗണ്ട് ചുറ്റി വരിക എന്നതാണ് ഇവരുടെ ഒരു ക്രമമെന്ന് പറയുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ഒരു 5 മണി മുതൽ തുടങ്ങിയ വലിയ ഒരുക്കമാണ് നമുക്ക് ഈ ഒരു ആവേശ കാഴ്ചയ്ക്ക് പുറകിലെന്ന് പറയേണ്ടി വരും. ഈ ചായം തേച്ച് പുലിമുഖങ്ങൾ ദേഹത്ത് വരച്ച് അവർ ആവേശത്തോടെ ഇങ്ങനെ ഇറങ്ങുന്ന കാഴ്ച. അതിൽ നമുക്ക് കരിമ്പുലിയെ കാണാൻ പറ്റും, റോസ് കളറുള്ള പുലിയെ കാണാൻ പറ്റും, നീല കളറുള്ള പുലിയെ അടക്കം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അത്തരത്തിൽ മനോഹരമായ വിവിധ തരത്തിലുള്ള പുലി വർണ്ണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊരു ഏറ്റവും കൗതുകകരവും രസകരവുമായ ആവേശകരമായ ഒരു കാഴ്ച എന്ന് തന്നെ വേണം പറയേണ്ടി വരിക. ഈ കളറുകളിലാണ് അതിൻ്റെ ഒരു കൗതുകം ഇരിക്കുന്നത്. കാരണം അത് സർപ്രൈസ് ആയിട്ട് ഒളിപ്പിച്ചാണ് അവർ ആ കളറുകൾ വെറൈറ്റികൾ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു വർണ്ണാഭമായ പുലിക്കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നു. എല്ലാ തരങ്ങളിൽ നിന്നും, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും, ദേശങ്ങളിൽ നിന്നും പുലികൾ ഇറങ്ങി, മട്ടകളിൽ ഇറങ്ങി വാഴുന്ന ഒരു നഗരമായി തൃശ്ശൂർ മാറുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ 1ാം നിരയാണ് സീതാറാം മിൽസിന്റെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ 1ാം നിരക്ക് അപ്പുറത്തേക്ക് അങ്ങനെ മനോഹരമായ ഒരു ബാക്കിലേക്ക് 51 പുലികൾ ഏറ്റവും പുറകിൽ ഒരു നിശ്ചല ദൃശ്യമടക്കം തയ്യാറാക്കി. അങ്ങനെയാണ് അവർ വരുന്നത്. വളരെ സന്തോഷത്തോടെ ഏറ്റവും രസകരമായിട്ട് ഈ അരമണി കിലിക്കുന്ന ചെണ്ടയുടെ താളത്തിന് അരമണി കിലിക്കുന്ന ആ ഒരു രസകരമായ കാഴ്ചയുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. അത് കണ്ടു തന്നെ അറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രമാത്രം രസകരമാണ്. 1 വർഷം നീണ്ട കാത്തിരിപ്പാണ്. കഴിഞ്ഞ 4ാം ഓണം മുതൽ തുടങ്ങിയതാണ് ഇന്നത്തെ ഈ ഒരു സമയത്തിന് വേണ്ടിയുള്ള ഒരു നിമിഷം എന്ന് പറയുന്നത്. കരിമ്പുലിച്ചേട്ടനെ കാണാം, റോസ് കളറുള്ള പുലിച്ചേട്ടനെ നമുക്ക് കാണാം, നീല കളറുള്ള പുലിയുണ്ട്. അത്തരത്തിൽ വർണ്ണാഭമായ പുലികൾ, ഇതിനകത്ത് പച്ചപ്പുലിയൊക്കെ ബാക്കിലുണ്ട്, പുള്ളിപ്പുലികൾ. അങ്ങനെ ഈ സീതാറാം മിൽസിലാണ് നമ്മൾ നേരത്തെ കണ്ട പെൺപുലികളും ഉള്ളത്. 49 അവർ പറഞ്ഞത് 49 ആങ്ങള പുലികൾക്ക് 2 പെങ്ങൾ പുലികൾ എന്നാണ്. അത്തരത്തിൽ എല്ലാ രസകരമായ കാഴ്ച എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇത് 1ാമതായിട്ട് ഇറങ്ങുന്ന ദേശമാണ് സീതാറാം മിൽസ് എന്ന് പറയുന്നത്. അവരുടെ പുലികളാണ് ആദ്യം നഗരത്തിലേക്ക് ഇറങ്ങുന്നത്. അത് പിന്നീട് നായ്ക്കനാലിലേക്ക് പോകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ഒരു ക്രമം അങ്ങനെയാണ്. അതാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. നമുക്കിങ്ങനെ വഴി ഒഴിഞ്ഞു കൊടുക്കണം. കാരണം അവരിങ്ങനെ കളിച്ച് വരികയാണ്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി വഴി ഒഴിഞ്ഞു കൊടുക്കേണ്ടതിന്റെ വലിയൊരു നമുക്കുണ്ട്. പക്ഷേ പരമാവധി ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും. ഇത്തരത്തിൽ എല്ലായിടവും ഇവരുടെ ഈ പ്ലോട്ടൊക്കെ കയറ്റൊരു വണ്ടി ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ നിന്നിരിക്കുന്നത്. ഏതായാലും ഇവിടെ നിന്ന് ആ താളത്തിനനുസരിച്ച് കളിക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. 2 വശത്തും MG റോഡിന്റെ 2 വശത്തും ആളുകൾ തിങ്ങിക്കൂടി നിന്നുകൊണ്ട് ആ ചെണ്ടയുടെ താളത്തിനനുസരിച്ച് കൈകൾ പൊക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് തൃശ്ശൂർ എത്രമാത്രം ഇതുപോലുള്ള കലകളെ സ്നേഹിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണ് ആ കാഴ്ച. ചെണ്ടപ്പുറത്ത് കോല് വീഴുന്ന നിമിഷത്തിൽ ആ ഒരു ആവേശത്തിൽ താളത്തിൽ തുള്ളി വരുന്ന പുലികൾ, അത് തൃശ്ശൂരിന് മാത്രം സ്വന്തമായ ഏറ്റവും മനോഹരമായ ഒരു അഭിമാന കാഴ്ച എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിൽ പുലികൾ തൃശ്ശൂരിന്റെ റോഡുകളിലൂടെ, നഗരവീഥികളിലൂടെ, പഴയ ശക്തൻ തമ്പുരാന്റെ ഇടമാണല്ലോ, അതിലൂടെ കടന്നു വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന് നേരെ സ്വരാജ് റൗണ്ട് ചുറ്റി എത്തുന്നതാണ് അതിന്റെ ഒരു രീതി എന്ന്. ആ രീതിയിൽ റൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ MG റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് സമയങ്ങൾക്കപ്പുറം തന്നെ നമ്മൾ റൗണ്ടിലേക്ക് എത്തും. അവിടെ എത്തുമ്പോൾ ഈ 7 ദേശങ്ങളിൽ നിന്നുള്ള പുലികളും റൗണ്ടിലേക്ക് വന്ന് ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പുലികളുടെ ഒരു വലിയ കൂട്ടം, മടകളിറങ്ങിയ പുലികൾ നഗരം വാഴുന്ന ഈ സമയമാണ് തൃശ്ശൂർ കാത്തിരിക്കുന്നത്. 4ാം ഓണത്തിന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് പറയുന്നത്. 51 പുലികളാണ് സീതാറാം മിൽസിന്റെ കൂടെയുള്ളത്. എല്ലാ ദേശക്കാരുടെ കൂടെയും 50-ലധികം പുലികളുണ്ട്. അങ്ങനെ 7 ദേശം എടുക്കുകയാണെങ്കിൽ 350-ന് മുകളിൽ പുലികളായിരിക്കും ഓരോ ദേശത്തിൽ ആകെ നഗരത്തിലേക്ക് ഇറങ്ങുക. ഒപ്പം തന്നെ അതിന്റെ കൂടെ നിരവധി ആളുകൾ ഓരോ ദേശത്തു നിന്നും അവരുടെ പുലികളിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി റോഡിന്റെ ഇരുവശവും പുലി മട തൊട്ട് റൗണ്ട് വരെ നിരന്നു വരുന്ന ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. റോഡിന്റെ ഇരുവശവും നിറഞ്ഞു നിൽക്കുന്ന
നിൽക്കുകയാണ് ആളുകൾ. പുരുഷാരം വലിയ തോതിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ആ ഏറ്റവും ആവേശം എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ഇത് റൗണ്ടിലേക്ക് എത്തുമ്പോഴായിരിക്കും ആവേശത്തിന്റെ ഒരു പരകോടി കയറാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഒന്നാം നിരയിൽ മാത്രമാണ് കാണാൻ പറ്റുള്ളൂ. അകത്തേക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും നേരം നമുക്ക് അകത്ത് പോകാമായിരുന്നു. പക്ഷേ അവർക്ക് ചുവടുകൾ വെച്ച് കളിക്കാൻ പറ്റുന്നില്ല നമ്മളെല്ലാവരും അകത്തോട്ട് കയറുമ്പോൾ. അതിൻ്റെ ഒരു മര്യാദയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് ഒന്നാം നിരയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പുലികളുടെ ഒരു ഘോഷയാത്ര എന്ന് തന്നെ പറയേണ്ടി വരും. 51 പുലികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു റോഡൊന്ന് ഓർത്ത് നോക്കുകയോ മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കൂ എത്രമാത്രം രസകരമായിരിക്കുമെന്ന്. അപ്പോൾ അതുപോലെ ഒരു നഗര കേന്ദ്രത്തിലേക്ക് 350ഓളം പുലികൾ 7 ദേശങ്ങളിൽ നിന്ന് വന്നാലോ അത് എത്രമാത്രം ഭംഗിയായിരിക്കും, എത്രമാത്രം രസകരമായിരിക്കും. അപ്പോൾ ആ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവർ പുലർച്ചെ 5 മണിക്ക് തുടങ്ങിയതാണ് ഈ വേഷം എടുത്തത് അടക്കമുള്ള അധ്വാനങ്ങൾ. അപ്പോൾ ഇത് പ്രത്യേക ചായക്കൂട്ടാണ്. ചായക്കൂട്ട് അമ്മിയിലിട്ട് അരച്ച് ആ രീതിയിൽ കവർ ചെയ്താണ് അത് ശരിയാക്കുന്നത്. ഇത് ഇനി ദേഹത്തുനിന്ന് മാറ്റാനൊക്കെ വലിയ പണിയുണ്ട്. അപ്പോൾ വലിയ അധ്വാനവും ഇതിന്റെ പുറകിലുണ്ട്. നമ്മളിപ്പോൾ ഈ ഏറ്റവും രസകരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പുലിവേഷത്തിന് പുറകിൽ അത്തരത്തിൽ വലിയൊരു അധ്വാനത്തിന്റെ കഥ കൂടി പറയേണ്ടതുണ്ട്. രാവിലെ മുതൽ നമ്മളത് പല ഘട്ടങ്ങളിലായി പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഇതൊരു തൃശ്ശൂരിന് മാത്രം സ്വന്തമായ ഒരു കാഴ്ച എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാം. പൂരത്തിന് ശേഷം തൃശ്ശൂരിന്റെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറഞ്ഞാൽ അത് പുലികളിയാണ്. 4ാം ഓണമാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച് അവരുടെ ഓണം എന്ന് പറയുന്നത്. കാരണം എല്ലാ നാടുകളിൽ നിന്നും വീടുകളിലേക്ക് ആളുകൾ പുലികളി കാണാനൊക്കെയായി എത്തുന്ന കാഴ്ച. ഇത്തവണത്തെ വലിയ പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് തൃശ്ശൂരിൽ നിന്നുള്ള പുലികൾ മാത്രമല്ല, പല ജില്ലകളിൽ നിന്നുള്ള പുലിവേഷക്കാരെ കാണാൻ കഴിയുമെന്നതാണ്. അതിപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും പാലക്കാട് നിന്നും കോട്ടയത്ത് നിന്നും ഒക്കെയുള്ള പുലിവേഷക്കാരെ നമുക്ക് കാണാൻ കഴിഞ്ഞുവെന്നതാണ്. തൃശ്ശൂർ ജില്ലയുടെ അതിരുകൾക്കപ്പുറത്ത് നിന്ന് പുലികൾ മത്സരത്തിനായി ഇവിടെ എത്തുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാഴ്ച. ഈ വയറൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പണിയുണ്ട്. അപ്പോൾ ആ രീതിയിൽ അവരത് ഭക്ഷണമൊക്കെ ക്രമീകരിച്ച് അങ്ങനെ ഒരു വർഷത്തോളം അടുത്ത വർഷത്തെ വേഷത്തിനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുണ്ട്. അപ്പോൾ അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ അധ്വാനം അതിന് പുറകിലുണ്ടെന്ന് പറയേണ്ടി വരും. ഈ പുലിവേഷക്കാരുടെ ആ ചെരുപ്പുകളൊക്കെ ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേക കളറുകളിലൊക്കെ തയ്യാറാക്കിയിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെയാണ്, ചെരുപ്പുകളൊക്കെയാണ്. അങ്ങനെ തന്നെയാണ് അത് അവർ ഒരുക്കങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ പുലിവേഷക്കാർ നാടിറങ്ങി നഗരമിറങ്ങി മുന്നോട്ട് വരുന്നത്. ആ പുലിവേഷക്കാരുടെ ഒരു കൂട്ടായ്മ, അത് ഒരു ഒത്തൊരുമ തന്നെ നമുക്ക് പറയേണ്ടി വരും. നാടിൻ്റെ ഉത്സവമായിട്ട് ഈ പുലികളി കൊണ്ടാടപ്പെടുന്നതാണ് കാണാൻ പറ്റുന്നത്. നമ്മളൊക്കെ പലവട്ടവും ടി വിയിലൊക്കെ കാണുന്നതിന് അപ്പുറത്തേക്കാണ് യഥാർത്ഥത്തിൽ ഇവർ വന്ന് നേരിട്ട് കാണുമ്പോൾ ഇതിൻ്റെ ആവേശം എന്ന് പറയുന്നത്. അത് വാക്കുകൾ കൊണ്ടോ ദൃശ്യങ്ങൾ കൊണ്ടോ നമുക്ക് പറഞ്ഞു കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം ഈ കലയെ നെഞ്ചേറ്റുന്ന ഒരു നാട് കൂടിയാണല്ലോ തൃശ്ശൂർ എന്ന് പറയുന്നത്. അപ്പോൾ അവരതിനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ കൂടി ഒരു കാഴ്ചയാണ്. നേരത്തെ തുടക്കത്തിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ആദ്യം പുലികളി നടക്കുമോ എന്നൊക്കെ ചില അനിശ്ചിതത്വങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറി ഒരു നാടിൻ്റെ വികാരത്തിനൊപ്പം സർക്കാരും ഇവിടുത്തെ ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെ നിന്നപ്പോൾ ഏറ്റവും മനോഹരമായ രീതിയിൽ അത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഈ കാഴ്ചയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. തൃശ്ശൂർ ഏറ്റെടുത്ത തൃശ്ശൂരിൻ്റെ ലോകത്തിലുള്ള മറ്റൊരു സമാനമായ പുലികളി പുരോഗമിച്ച് നമ്മളിതാ MG റോഡിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റൗണ്ടിലേക്ക് നായ്ക്കനാലിലെത്തി അവിടെ ഗണപതിക്ക് തേങ്ങയൊടിച്ച് സ്വരാജ് റൗണ്ട് വലം വെച്ച് വരുമ്പോഴാണ് ആ ഒരു സംഘത്തിൻ്റെ ഒരു മത്സരക്രമം പൂർത്തിയാവുക. അങ്ങനെ 7 ദേശക്കാരും ആ രീതിയിൽ ആ ക്രമം ആവർത്തിക്കും. അതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇപ്പോൾ നഗരം മുഴുവൻ എല്ലാ ദേശങ്ങളിൽ നിന്നും മടകളിൽ നിന്ന് പുലികൾ ഇറങ്ങി നഗരത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും ഇനി സ്വരാജ് റൗണ്ടിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്ന അസിത. തീർച്ചയായും മനു പറഞ്ഞതുപോലെ വലിയ ആവേശമാണ്. ആ ആവേശം ഈ ചായക്കൂട്ട് ഒരുക്കുന്നതിൽ തുടങ്ങി മണിക്കൂറുകൾ നീണ്ട അധ്വാനമാണ്. നമ്മൾ ഈ കാണുന്ന തരത്തിൽ വർണ്ണാഭമായ നിലയിലേക്ക് ഈ പുലികൾ ഒരുങ്ങിയിറങ്ങുക എന്ന് പറയുന്നത്. അവരുടെ ചെരുപ്പിൽ പോലും ആ പുലിവേഷത്തിന് യോജിച്ച തരത്തിലുള്ള നിറങ്ങൾ അത് നമുക്ക് കാണാം. അപ്പോൾ ആ നിലയിലാണ് ഏറ്റവും സൂക്ഷ്മമായ ഒരുക്കങ്ങളാണ് ആ പുലിവേഷം കെട്ടി ഇവർ നിരത്തിലേക്ക് ഇറങ്ങുന്നതിനുള്ള മുന്നോടിയായി നടക്കുകയും ചെയ്യുക. പെൺപുലികളുണ്ട്, കരിമ്പുലികളുണ്ട്, കുട്ടിപ്പുലികളുണ്ട് തുടങ്ങി ഇവർ ഇങ്ങനെ നിരനിരയായി ഈ തൃശ്ശൂരിന്റെ നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂർ പൂരത്തിന് സമാനമായ ഒരു ആവേശം തൃശ്ശൂരിന്റെ നഗരവീഥികളിൽ ഒരുങ്ങുന്നതാണ്. ആ പുലിക്കളിയോടനുബന്ധിച്ച് നമ്മൾ തൃശ്ശൂരിൽ കാണുകയും ചെയ്യുന്നത്. വന്യതാളത്തിൽ ചിലമ്പണിഞ്ഞ പുലികൾ നഗരവീഥിയിലേക്ക് എത്തുന്ന അതിമനോഹരമായ കാഴ്ചയ്ക്ക് തൃശ്ശൂർ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്പം മുമ്പ് മനു പറഞ്ഞതുപോലെ സാധാരണ നിലയിൽ പുലിക്കളി നമ്മൾ തൃശ്ശൂരിന്റെ ആവേശം, തൃശ്ശൂരിന്റെ ആഘോഷം എന്നാണ് കാണുന്നതെങ്കിൽ ഇത്തവണ വിവിധയിടങ്ങളിൽ നിന്ന് ആളുകൾ ഈ പുലിക്കളി സംഘത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ കേരളത്തിന്റെ മുഴുവനുള്ള ആഘോഷമായി, ഓണത്തിന്റെ അവസാനത്തെ ആഘോഷമായി പുലിക്കളി കാണുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൂടെയാണ് ഇപ്പോൾ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
ദിവസങ്ങൾ നീണ്ട ഒരുക്കമാണ്, അതിൽ തന്നെ മാസങ്ങൾ നീണ്ട കാത്തിരിപ്പും ശരീരമൊക്കെ ആ നിലയിൽ പാകപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമങ്ങളാണ്. അതിന് പിന്നാലെ ഇന്ന് പുലർച്ചെ 6 മണിയോടുകൂടി തന്നെയാണ് ഈ ചായം തേക്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട അധ്വാനത്തിനൊടുവിൽ ആ പുലികൾ ഇപ്പോൾ നഗരത്തിലേക്ക് ഇറങ്ങുന്നു. പുലികൾ തൃശൂർ നഗരത്തെ കീഴടക്കുക കൂടിയാണ്. അല്പം മുമ്പ് നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധി സംഘത്തെയും കണ്ടിരുന്നു. രാവിലെ മുതൽ തന്നെ അവരൊക്കെയും വളരെ സജീവമായി അവിടെ തന്നെയുണ്ട്. പ്രത്യേകിച്ചും മിനിസ്റ്റർ കെ രാജൻ, അദ്ദേഹമൊക്കെ തൃശ്ശൂരുകാരൻ കൂടിയാണ്. വലിയ ആവേശം രാവിലെ മുതൽ തന്നെ അവർ പങ്കുവെക്കുന്നുമുണ്ടായിരുന്നു. അപ്പോൾ ആ നിലയിൽ ജനപ്രതിനിധികൾ കൂടി തൃശ്ശൂർ പൂരത്തിന്റെ ആവേശത്തിനും പുലിക്കളിയുടെ ആവേശത്തിന് ഒപ്പം ചേരുകയാണ്. അങ്ങനെ വർണ്ണാഭമായ കാഴ്ചകൾ, പുലികൾ തൃശ്ശൂർ നഗരത്തെ കീഴടക്കിക്കൊണ്ടേയിരിക്കുകയാണ്.